നാരായണ 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 രാമ 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 ശ്രീരാഘവം ദശരഥാത്മജം അപ്രമേയം സീതാപതിം രഘുകുലാന്വയരത്നദീപം ആജാനുബാഹും അരവിന്ദദളായതാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. ശ്രീരാമചന്ദ്രചരണൗ മനസാ സ്മരാമി. ശ്രീരാമചന്ദ്രചരണൗ വചസാ ഗൃണാമി. ശ്രീരാമചന്ദ്രചരണൗ ശിരസാ നമാമി. ശ്രീരാമചന്ദ്രചരണൗ ശരണം പ്രപദ്യേ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. വിശുദ്ധം പരം സച്ചിദാനന്ദരൂപം ഗുണാധാരമാധാരഹീനം വരണ്യം മഹാന്തം വിഭാന്തം ഗുഹാന്തം ഗുണാന്തം സുഖാന്തം സ്വയം ധാമ രാമം പ്രപദ്യേ. ഓം ശ്രീരാം ജയ രാം ജയ ജയ രാം. 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 ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ധന്യാത്മാക്കളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും സാദര നമസ്കാരം. രാമായണ അമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാമായണ അമൃതത്തിൽ ഇന്ന് മൂന്നാം സുദിനമാണ്. രാമായണം കൊണ്ട് ഉള്ള ഗുണങ്ങളെക്കുറിച്ചും രാമായണത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും രാമായണ മഹാത്മ്യത്തെക്കുറിച്ചും രാമായണം രചിക്കാൻ ഇടയായ സന്ദർഭത്തെക്കുറിച്ചൊക്കെ നമ്മൾ 2 സുദിനങ്ങളിലായിട്ട് മനസ്സിലാക്കി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്നും ഈ ലോകം ഉള്ളെടുത്തോളം കാലം നിലനിൽക്കുന്ന എന്നും മരണമില്ലാത്ത കഥയാണ് രാമായണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും എപ്പോഴും ജീവൻ തുടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. അതായത് ഒരിക്കലും നശിക്കാത്തത്, ഒരിക്കലും മരണമില്ലാത്തത്, ഒരിക്കലും ജീർണിക്കാത്തത് എന്ന് പറഞ്ഞാൽ അമര കഥയാണ്. അങ്ങനെ മാത്രം പോരാ, അമൃത കഥയാണ് രാമായണം. രമയതി രാമ, നമ്മുടെ ഉള്ളിലുള്ള ശക്തി, ആത്മചൈതന്യം, അത് തന്നെയാണ് രാമൻ. ഓരോ ഹൈന്ദവ ഭവനങ്ങളിലും പുണ്യഗ്രന്ഥമായി സൂക്ഷിക്കേണ്ടതും വായിക്കേണ്ടതുമായ രാമായണമാണ് നമ്മൾ വർഷങ്ങളായിട്ട് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് മാത്രവുമല്ല, നമുക്ക് ഈ ചാനലിലൂടെ ഓരോരുത്തരുടെയും, അതായത് ഭവനങ്ങളിലേക്ക് ഈ രാമായണ മാസത്തിൽ എത്തിക്കുക എന്നുള്ളത് വലിയൊരു പുണ്യകർമ്മമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ഈ ചാനലിലൂടെ 2008 രാമായണ സംസ്കൃതി 32 ഭാഗങ്ങളായിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷം തുടർച്ചയായിട്ട് എല്ലാ വർഷവും കുറേ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഭാഗവതവും രാമായണവും മുഴങ്ങുന്ന ഒരു അപൂർവമായ ഈ മാധ്യമത്തിലൂടെ നമുക്കിത് കേൾക്കാൻ സൗഭാഗ്യം ലഭിച്ചത് ജന്മാന്തര സുഹൃതം കൊണ്ടാണ്. രാമായണത്തെക്കുറിച്ചുള്ള പുണ്യസ്മരണങ്ങൾ പുതുക്കുന്ന മാസം ആയ ഈ മാസത്തിൽ അലക്ഷ്മിയെ അതായത് അങ്ങ് ദൂരെ കളയുന്നതിന് വേണ്ടിയിട്ട്, ശ്രീഭഗവതിയെ നമുക്ക് ആവാഹിച്ച് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്, ജ്യേഷ്ഠാഭഗവതിയെ പുറത്ത് കളയുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ നമുക്കും പ്രാർത്ഥിക്കാം. രാമായണം മുഴുവനായിട്ട് നമുക്ക് കേൾക്കാൻ, പറയാൻ ഈ ഒരു മാസം കൊണ്ട് പറ്റില്ലെങ്കിലും ഏതാണ്ട് വായിച്ചു തീർക്കാൻ സമ്പൂർണ്ണ രാമായണം കേട്ടിട്ടില്ലേ? പൂർവം രാമതപോവനാനിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണ നിധനം സമ്പൂർണ്ണ രാമായണം. രാമായണത്തിന്റെ മഹത്വം, രാമന്റെ അയനമാണ് രാമായണം, രാമന്റെ ചരിതമാണ് രാമായണം. രാമന്റെ മാത്രമല്ല, സീതായാഹ ചരിതം, സീതയുടെ കൂടി ചരിതമാണ്. അത് വളരെ പാടാൻ നല്ല സുഖമുള്ള, കേൾക്കാൻ നല്ല സുഖമുള്ള, അതും നമുക്ക് കിളിയെ കൊണ്ട് കിളിക്കൊഞ്ചലായിട്ട് എഴുത്തച്ഛൻ പാടിത്തന്ന മനോഹരമായ ശീലുകളാണ് രാമായണത്തിലൂടെ നാം അനുസ്മരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പാടി ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് കിളിയെ കൊണ്ട് പാടിച്ചത്. കാവ്യം സുഗേയം കഥരാഘവീയം കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ
ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദലബ്ധിക്കിനി എന്തു വേണം. സാധാരണക്കാരന്റെ ആത്മശുദ്ധിക്കും ആത്മോത്കർഷത്തിനും ദിവ്യ ഔഷധമാണ് ശ്രീരാമന്റെ ചരിതവും രാമനാമവും. അതുകൊണ്ടാണ് പാർവതീദേവിയോട് ഉമാദേവിയോട് ശ്രീ പരമേശ്വരൻ പറഞ്ഞു, ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാനനേ. ശ്രീരാമ രാമ രാമ എന്നിങ്ങനെ 3 തവണ ജപിച്ചു കഴിഞ്ഞാൽ സഹസ്രനാമത്തിന് തുല്യമാണ്. 1000 നാമത്തിന് തുല്യമാണെങ്കിൽ അത്രയും ശ്രേഷ്ഠമായ രാമായണം അത് നമ്മൾ പാടാൻ, ചൊല്ലാൻ, കഥയായിട്ട് കേൾക്കാൻ, അനുസ്മരിക്കാൻ, അതിലെ സന്ദേശങ്ങൾ അല്പമെങ്കിലും ഏറ്റെടുക്കാനൊക്കെ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലധികം പുണ്യം വേറെയുണ്ടോ? നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ടൊക്കെ ആണെങ്കിൽ സന്ധ്യാസമയത്ത് രാമനാമം മുഴങ്ങാറുണ്ട്, ഇല്ലേ? രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം എന്നിങ്ങനെ സന്ധ്യാസമയത്ത് ചൊല്ലുന്ന സമ്പ്രദായമുണ്ട്. അപ്പൊ സന്ധ്യക്ക് രാമനാമാണ് ജപിക്കേണ്ടത് കേട്ടോ. സന്ധിക്കുന്ന സമയമാണ് സന്ധ്യ, അസ്തമയ സമയം. വിളക്കൊക്കെ മുൻകൂട്ടി വെച്ചിട്ട് സന്ധ്യാസമയത്ത് രാമനാമം, സഹസ്രനാമത്തിന് തുല്യമായ രാമനാമമാണ് ജപിക്കേണ്ടത്. കാരണം എന്തുകൊണ്ടാ? സാക്ഷാൽ ശ്രീ പരമേശ്വരൻ 3 കണ്ണുകളിലൂടെ നോക്കും. ഒന്ന് സൂര്യൻ, ഒന്ന് ചന്ദ്രൻ, നടുവിലുള്ളത് നെറ്റിത്തരത്തിലുള്ളത് വന്നി അഗ്നിയാണ്. ഈ 3 നേത്രങ്ങളിലൂടെയും വന്ദേ സൂര്യ ശശാങ്ക വന്യനയനം വന്ദേ മുകുന്ദ പ്രിയം. മഹാദേവൻ ഭൂതഗണങ്ങളോടുകൂടി ഭൂതപ്രേത പിശാചുക്കൾ, അപസ്മാരം, വസൂരി, കണ്ഠമാല തുടങ്ങിയിട്ടുള്ള മാറാരോഗങ്ങളുടെ അണുക്കളാകുന്ന ഭൂതഗണങ്ങളോടുകൂടി താണ്ഡവ നൃത്തം ചെയ്യുന്ന സമയമാണ് സന്ധ്യാസമയം. ആ സമയത്ത് രാമനാമം ഏറ്റവും ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് തന്നെ രാമനാമം നമ്മളെ ശുദ്ധീകരിക്കുന്നതാണെന്ന് ഉറപ്പിക്കുക. വിഘ്നങ്ങളില്ലാതെ രാമായണം പറയുവാനും കേൾക്കുവാനും വേണ്ടി വിഘ്നേശ്വരനായ ഗണപതിയെ പ്രാർത്ഥിച്ച് ഇവിടെ എഴുത്തച്ഛൻ ആരംഭിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും ആരംഭിക്കുക. സരസ്വതി ദേവിയെയും പ്രാർത്ഥിക്കുക, ശ്രീ പരമേശ്വരനെയും പാർവതിയെയും പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെയാണ് നമ്മൾ സാധാരണ രാമായണം പാരായണമൊക്കെ ചെയ്യുക. അപ്പോഴാണ് നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടുക. പണ്ട് ബ്രഹ്മാവിനാൽ വിരചിതമായ ഈ രാമായണത്തിന് തുല്യമായി ഭൂമിയിലുള്ള 100 കോടി ഗ്രന്ഥങ്ങളും സമമല്ല എന്നുകൂടി പറഞ്ഞു തരികയാണ് ഇവിടെ. അത്യന്തം രഹസ്യമായിട്ടുള്ളതാണ് രാമായണം. ഇത് പഠിക്കുന്നവർക്ക്, കേൾക്കുന്നവർക്ക്, വായിക്കുന്നവർക്ക് അത്യന്തം ആനന്ദമുണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, അധ്യയനം ചെയ്യുന്നവർക്ക് ഭക്തിയിലൂടെ മുക്തി കൈവരിക്കുവാൻ വേണ്ടി അത് ചുരുക്കി പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഉമാമഹേശ്വര സംവാദത്തിലൂടെ നമ്മളെ കേൾപ്പിക്കുന്നത്. നമ്മൾ അനുസ്മരിച്ചു. അധ്യാത്മ പ്രദീപകം അത്യന്തം രഹസ്യം ഇതധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം. അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്നിഗ്ധം ഈ ജന്മം കൊണ്ടേ. ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ
ചൊല്ലിയിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം. എത്രയും ചുരുക്കി ഞാൻ രാമനാമ മഹാത്മ്യമെല്ലാം. രാമന്റെ മഹാത്മ്യം, രാമനാമത്തിന്റെ മഹാത്മ്യം ചുരുക്കി പറയുകയാണ്. ആദ്യം ചുരുക്കിയിട്ടാണ് പറയുന്നത്. ആർക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്? സാക്ഷാൽ ഉമാദേവിക്ക്, പാർവതീദേവിക്ക് പരമേശ്വരൻ കൈലാസ പാർശ്വത്തിൽ വെച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഉമാമഹേശ്വര സംവാദ രൂപത്തിൽ കൈലാസ പർവ്വതത്തിൽ വെച്ച് പാർവതീദേവി ശ്രീ പരമേശ്വരനോട് ശ്രീരാമദേവന്റെ മാഹാത്മ്യം കേൾക്കാൻ അതിയായ ആഗ്രഹമുണ്ട്, രാമകഥ കേൾക്കാൻ ഞാൻ യോഗ്യയാണെങ്കിൽ എനിക്ക് കഥ പറഞ്ഞു തരണം എന്ന് പറയുകയാണ്. രാമകഥ കേൾക്കണമെങ്കിൽ എന്തുണ്ടാവണം? യോഗ്യത ഉണ്ടാവണം. എല്ലാവർക്കും കേൾക്കാൻ പറ്റില്ല. അതിൻ്റെ ആ പരിശുദ്ധി ഹൃദയത്തിൽ ഉണ്ടാവണം. കൈലാസ പാർശ്വത്തിൽ വെച്ച് ശ്രീ പാർവതീദേവി പരമേശ്വരനോട് ഇപ്രകാരം അപേക്ഷിച്ചപ്പോൾ ശ്രീ പരമേശ്വരൻ ശ്രീരാമ തത്വം പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ് നമുക്ക് ഉമാമഹേശ്വര സംവാദ രൂപത്തിൽ വർണ്ണിക്കുന്നത്. ശ്രീരാമൻ, അതിന്റെ ചുരുക്കം നമുക്കൊന്ന് മനസ്സിലാക്കണം. അത്രേ വേണ്ടതുള്ളൂ, അത്രേ സമയമുള്ളൂ. ശ്രീരാമൻ പരമാത്മാവും പരമാനന്ദമൂർത്തിയുമാണ്. ജന്മനാശാദികളില്ലാത്ത ഒരേ ഒരു വസ്തു പരബ്രഹ്മം മാത്രമാണ്. ആ ബ്രഹ്മം മാത്രമാണ്. വലിയ തത്വങ്ങളാണ് പരമേശ്വരൻ പറഞ്ഞു കൊടുക്കുന്നത്. ആ ബ്രഹ്മതത്വം മാത്രമാണ്. ആ ബ്രഹ്മതത്വം തന്നെയാണ് ശ്രീരാമൻ. ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നൊക്കെ പറയുന്ന വാക്കുകളെ ഓർക്കുക ഇവിടെ. അതായത് ആ തത്വം തന്നെയാണ് ശ്രീരാമൻ എന്ന് മഹാദേവിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവാത്മാവ്, പരമാത്മാവ്, ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞു തരുന്നു പിന്നീട്. പരമാത്മാവാകുന്ന ഈശ്വരൻ ബിംബവും ജീവാത്മാവാകുന്ന ജീവന്മാര്, അതായത് നമ്മുടെ ഉള്ളിലുള്ള ആ ജീവൻ, അത് ജീവന്മാര് എന്ന് പറയും. അത് ഒക്കെ തന്നെ പ്രതിബിംബങ്ങളുമാണ്. അപ്പോൾ ഈശ്വരൻ ബിംബമാണ്, നമ്മളൊക്കെ എന്താണ്? പ്രതിബിംബങ്ങളാണ്. ഈശ്വരനെ ആശ്രയിക്കുമ്പോഴാണ് പ്രതിബിംബങ്ങൾ. അതായത് ഈ ബിംബത്തിൽ ഉണ്ടെങ്കിലേ പ്രതിബിംബത്തിൽ ഉണ്ടാവുള്ളൂ. പരബ്രഹ്മം സാക്ഷിയായുള്ള ബിംബം ആണ്. അത് നിശ്ചലമായ ബിംബമാണ്, സാക്ഷിയാണ്. സകലതും കാണുകയും കേൾക്കുകയും എല്ലാറ്റിനും അങ്ങനെ സാക്ഷിയായിട്ട് നിൽക്കുകയാണ്. ഇപ്പോ നമ്മൾ വേഗതയേറിയ ഒരു വാഹനത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുക, നല്ലൊരു സ്പീഡുള്ള ബസ്സിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണെങ്കിൽ അരികിലുള്ള വൃക്ഷങ്ങൾ ഓടുന്നതായിട്ട് തോന്നുന്നത് പോലെ നമ്മുടെ മനസ്സിന്റെ ചലനമാണ് ഇതിന് കാരണം എന്ന് പറയാം. ഭക്തിഹീനന്മാർക്ക് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഈ ഈശ്വരതത്വം അറിയാൻ പ്രയാസമാണ്. ഭക്തിഹീനന്മാർക്ക് 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. ഈശ്വരനിലുള്ള അടിയുറച്ച ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ ഈശ്വരജ്ഞാനം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെയാണ് ഇതിലൂടെ പറഞ്ഞു തരുന്ന തത്വങ്ങള്. നമുക്ക് ഇതൊക്കെയാണ് മനസ്സിലാക്കാനുള്ളത്. കൈലാസാചലേ സൂര്യകോടി ശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം ഫാലലോചനം മുനിസിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ. സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി, സർവലോകാവാസ സർവേശ്വര മഹേശ്വര, സർവശങ്കര ശരണാഗത ജനപ്രിയ സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ധേ. അത്യന്തം രഹസ്യമാം
വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ. ആകയാൽ ഞാനുണ്ടൊന്നു നിന്തിരുവടി തന്നോട് ആകാംക്ഷ പരവശ ചേതസാ ചോദിക്കുന്നു. കാരുണ്യമെന്നെ കുറിച്ച് ഉണ്ടെങ്കിലെനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം. ശ്രീരാമദേവൻ തന്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു ഞാനതിൻ പാത്രമെങ്കിൽ. കാരുണ്യാംബുധേ കരിഞ്ഞരുളി ചെയ്തിടണമാരും നിന്തിരുവടി ഒഴിഞ്ഞില്ലതു ചൊൽവാൻ. എന്നിങ്ങനെ പാർവതി ദേവി പരമേശ്വരനോട് അപേക്ഷിച്ചപ്പോൾ പരമേശ്വരൻ പറയുന്ന വാക്കുകൾ: ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ, നിന്നോളമാർക്കുമില്ല ഭഗവൽ ഭക്തി നാഥേ. ശ്രീരാമദേവതത്വം കേൾക്കണമെന്നു മനതാരിലാകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം. മുന്നം എന്നോടിതാരും ചോദ്യം ചെയ്തില്ല, ഞാനും നിന്നാണെ കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ. അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മാ തത്വാർത്ഥമറികയിൽ ആഗ്രഹമുണ്ടായതും ഭക്തി അതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്കതെന്നെ മൂലം ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ. ശ്രീരാമ പരമാത്മാ, ശ്രീരാമൻ പരമാത്മാ, പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണൻ ഏകൻ പരൻ പുരുഷോത്തമൻ. പ്രകൃതിതൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവൻ അനന്തനാദിനാഥൻ. ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗദുദ്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ. അദ്വയൻ ആദ്യൻ അജൻ അവ്യയൻ ആത്മാരാമൻ. തത്വാത്മാ സച്ചിന്മയൻ സകളാത്മകനീശൻ. മാനുഷനെന്നു കൽപ്പിച്ചിടുവോർ അജ്ഞാനികൾ മാനസം മായാതമസംവൃതമാകമൂലം സീതാരാഘവ മരുൾസൂനു സംവാദം മോക്ഷസാധനം ചൊൽവൻ നാഥേ. കേട്ടാലും തെളിഞ്ഞു നീ. ദേവി ശ്രീരാമഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുന്ന ആ ഭാഗത്ത് ശ്രീ പരമേശ്വരൻ രാമതത്വത്തെ ഉപദേശിച്ചു കൊടുക്കുന്നു. ശ്രീരാമപാദഭക്ത പ്രവര
കേട്ടാലും നീ. ആരോട് പറഞ്ഞതാണ്? സാക്ഷാൽ ഹനുമാൻ സ്വാമിയോട് പറയുന്ന ആ ശ്രീ പരമേശ്വരൻ ഹനുമാൻ സ്വാമിക്ക് ശ്രീരാമതത്വം ഉപദേശിച്ചു കൊടുക്കുന്ന ആ ഭാവത്തിലുള്ള കഥ വിസ്താരമാണ് ഇവിടെ നമുക്ക് കേൾക്കുവാൻ ഇനിയും സാധിക്കുന്നത്. ആ ഭാഗം കൂടി നമുക്ക് കേൾക്കാം. ശ്രീരാമപാദഭക്തപ്രവര കേട്ടാലും നീ സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവനേ നീ. നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ. സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും എന്നുടെ തത്വമിനി ചൊല്ലിടാമുള്ളവണ്ണം നിന്നോടു ഞാൻ താൻ മൂലപ്രകൃതിയായതടോ എന്നുടെ പതിയായ പരമാത്മാവ് തന്റെ സന്നിധി മാത്രം കൊണ്ട് ഞാനിവ സൃഷ്ടിക്കുന്നു. അതിശ്രേഷ്ഠമായിട്ട് ശ്രീ പരമേശ്വരൻ പാർവതീദേവിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു. ഉമാമഹേശ്വര സംവാദത്തിൽ മഹാമായയായിരിക്കുന്ന ചിന്മയായിരിക്കുന്ന ജഗന്മയായിരിക്കുന്ന സന്മയായിരിക്കുന്ന ആ ജഗദീശ്വരിയായ പാർവതീദേവിയോട് ബ്രഹ്മചാരിയായ ശ്രീരാമഭക്തപ്രവരനായ രാമനാമം കേൾക്കുന്ന സമയത്ത് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ആനന്ദസാഗരത്തിൽ ആറാടിക്കഴിഞ്ഞുകൂടുന്ന ആ ഹനുമാൻ സ്വാമി ചോദിക്കുകയും പറയുകയും ചെയ്യുന്ന സംഭാഷണ രൂപത്തില് നമുക്ക് ഉമാമഹേശ്വര സംവാദത്തിലൂടെ ശ്രീരാമചരിതം ചുരുക്കി വർണ്ണിക്കുകയാണ്. ഭക്തിയുണ്ടെങ്കിൽ മാത്രമേ ഭക്തിഹീനന്മാർക്ക് 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. രാമമാഹാത്മ്യമിതം പവിത്രം ഗുഹ്യതമം സാക്ഷാൽ ശ്രീരാമപ്രോക്തം വായുപുത്രനായിക്കൊണ്ട് മോക്ഷതം പാപഹരം ഹൃദ്യം ആനന്ദോദയം സർവവേദാന്ത സാരസംഗ്രഹം രാമതത്വം. ദിവ്യനാം ഹനുമാനോട് ഉപദേശിച്ചിതെല്ലാം ഭക്തി പൂണ്ടനാരദം പഠിച്ചിടുന്ന പുമാൻ മുക്തനായി വരുമൊരു സംശയമില്ല നാഥേ. ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറും ആർജിച്ചുള്ളവയെന്നാകിലും ഒക്കവേ നശിച്ചുപോം എന്നരുൾ ചെയ്തു രാമൻ മർക്കടപ്രവരനോട് എന്നതു സത്യമല്ലോ. ഇനി ഇവിടെ വീണ്ടും ഉമാമഹേശ്വര സംവാദ രൂപത്തില് കഥ വിസ്തരിച്ചു പോവുകയാണ്. ഈ ബാലകാന്ഡത്തിലൂടെ 6 കാണ്ഡങ്ങളുള്ള
യുദ്ധകാന്ഡം വരെ 6 കാണ്ഡങ്ങളുള്ളതാണ് പൂർവ്വരാമായണം. പിന്നീട് ഉത്തരകാണ്ഡം എന്ന് പറയുന്ന ഉത്തരരാമായണം എന്നൊക്കെ അറിയപ്പെടുന്നതാണ് അടുത്ത കാണ്ഡം. അങ്ങനെ 7 കാണ്ഡങ്ങളുള്ള രാമായണത്തില് ആ ശ്രീ പരമേശ്വരൻ അതാ കഥ പറഞ്ഞു കൊടുക്കുന്ന രംഗം ഉമാമഹേശ്വര സംവാദത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഇനി നമുക്ക് ആ ശ്രീരാമചരിതത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്, ശിവൻ ചെയ്യുന്ന കഥാകഥനത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് അടുത്ത സുദിനത്തില് സൗഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹേശാഃ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാ സമസ്താഃ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം.